സീസൺഷിപ്പ് എന്ന് പേരിട്ടുകൊണ്ട് ആരൊക്കെ ഇതിനെ ന്യായീകരിക്കുന്നുണ്ടോ അവരും മറുപടി പറയേണ്ടതുണ്ട്. ജെൻഡർ ന്യൂട്രൽ സംസ്കാരത്തെ ഓൺ ചെയ്യുന്നവരും അത് ഫേസ്ബുക്കിൽ ന്യായീകരിക്കുന്നവരും അത് മന്ത്രിമാർ മുതൽ താഴെ തട്ടിലുള്ള ആരായിരുന്നാലും അതിന് നിയമം ഉണ്ടാക്കുന്നവരും അതനുസരിച്ചുകൊണ്ട് പാഠപുസ്തകം ക്രമീകരിക്കുന്നവരും ഇവർക്കൊക്കെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം. ഇപ്പം നാളെ ഒരു അധ്യാപകൻ പറഞ്ഞു, ഈ ഭാഗമാണ് ഏറ്റവും അവസാനം രൂപപ്പെടുക. അത് രൂപപ്പെട്ട് കഴിഞ്ഞാലേ അവർക്ക് ഈ മെച്യൂരിറ്റിയും ഇമോഷണൽ കൺട്രോളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇമോഷണൽ കൺട്രോളിനെ തകർക്കുന്ന അല്ലെങ്കിൽ അതിവൈകാരികതയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളിലേക്ക് കുട്ടികളെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ക്രിമിനാലിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ പൊതുവിൽ ഇപ്പോൾ അതിക്രമങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൊലപാതകങ്ങളും പീഡനങ്ങളുമൊക്കെ ദിനേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നമുക്ക് പരിസരം കാണുമ്പോൾ വളരെ കൃത്യമാണ്. അതുതന്നെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്രായക്കാരിൽ അത്തരം അതിക്രമങ്ങളും കൊലപാതകങ്ങളുമൊക്കെ അവരിൽ നിന്നും കണ്ടുവരുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിൽ വണ്ടൂരിനടുത്തുള്ള തൊടിയപ്പുലത്ത് 16 വയസ്സുകാരൻ ഒരു 14 വയസ്സുകാരിയെ പീഡനത്തിന് ശേഷം കൊല ചെയ്യപ്പെട്ട ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത് പൊതുവിൽ ഇത്തരം പ്രായക്കാരിലൊക്കെ വില്ലനായിത്തീരുന്നത് ലഹരിയും അതുപോലെ തന്നെ പ്രണയവും ഒക്കെയാണ് ഇവിടെ കൂടുതലും നമ്മൾ കാണുകയാണ്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ചെറുപ്രായക്കാരിൽ നിന്നൊക്കെ ഇങ്ങനെ ക്രൂരതകൾ കണ്ടുവരുമ്പോൾ ഇതിൻ്റെ പ്രതികൾ യഥാർത്ഥത്തിൽ ആരാണ്, ആരൊക്കെയാണ്, എന്താണ് നമുക്ക് അതിനോട് പറയാനുള്ളത്? കേരളം കണ്ടെത്തണം. അതിന് പറ്റുന്നൊരു സന്ദർഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു +1 പഠിക്കുന്ന കുട്ടി, അതും ഒരു 9ാം ക്ലാസ് പഠിക്കുന്നൊരു തൻ്റെ സ്കൂളിൽ തന്നെ മറ്റൊരു കുട്ടിയെ, അതും അവർ പ്രണയിച്ച് നടന്നിരുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനത്തെ ഒരു കുട്ടിയെ മുൻകൈ കൂട്ടിക്കെട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കി അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ മാത്രം ഒരു മാനസികമായ അവസ്ഥയിലേക്ക് ഒരു കുട്ടി എത്തുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മാത്രമല്ല അതിൽ പങ്കുള്ളത്. നമ്മുടെ നിലവിലുള്ള സംവിധാനത്തിൽ അതിന് ഒരുങ്ങുന്ന സാഹചര്യം എങ്ങനെ ഒരുങ്ങുന്നു എന്ന വിഷയത്തെ നമ്മൾ കീറിമുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമാണിത്. അത് നമുക്കിപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ സേർ എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പ്രാവിൻ്റെ ഒരു ചെറിയ കുട്ടി അവിടെ താഴെ ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ പ്രാവിൻ്റെ കുട്ടിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് അവർക്ക് അതിനൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു സാധു പാവമായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ എന്ത് ചെയ്യണം? പ്രാവിൻ്റെ കാഷ്ടം കൊണ്ട് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ശരിക്ക് ഇനി ഇതുണ്ടാവണ്ടെന്നുള്ള, പക്ഷെ കുട്ടികൾക്ക് തോന്നുന്നില്ല, നമുക്കും തോന്നുന്നില്ല. പിന്നെ ആരാ എന്തതിനെ ചെയ്യാമെന്നറിയാതൊരു പ്രയാസം. അത് നമുക്ക് ഞാൻ അത്ര പോകുന്നൊരു പക്ഷിക്കുഞ്ഞിൻ്റെ പോലും നമുക്ക് അതിനോട് കൊല്ലുക എന്ന് പറയുമ്പോണ്ടാണ്ട് പ്രയാസമുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഈ എന്ത് ചെയ്യണം, സ്വന്തം സഹപാഠിയെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ഒരു ആൺകുട്ടിക്ക് മനസ്സ് വരുന്നു എന്ന് പറഞ്ഞാൽ അതെന്താ സംഭവം? വളച്ചു കെട്ടൊന്നും വേണ്ട. അതിവിടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ലിബറൽ വേൾഡ് ഓർഡർ തന്നെയാണ് അതിൻ്റെ കാരണം. അതിന് ഓൺ ചെയ്യുന്നത് ആരൊക്കെയാണോ അവർക്കൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ പറയുന്നത്. അതായത് ഇവിടെ ഒരു മറയും വേണ്ട, ഒരു വരയും വേണ്ട, ഒരു അതിരും വേണ്ട, ഒരു അരുതും വേണ്ട, എല്ലാവരും തോന്നിയതുപോലെ ജീവിക്കാം എന്നിങ്ങനെ വളരെ ബുദ്ധിയോടുകൂടി ഇങ്ങനെ പറഞ്ഞ് വിശകലനം ചെയ്ത് കൊണ്ടുവരുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് നമുക്ക് പറയുള്ളത്. ഇപ്പോൾ ഈ ചില വാചകങ്ങൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന് മൈ ബോഡി മൈ റൈറ്റ്, അതിനാരൊക്കെ പിന്തുണക്കുന്നുണ്ടോ അവർക്ക് ഈ രക്തത്തിൽ പങ്കുണ്ട്. ലിവിങ് ടുഗദറിനെ ആരൊക്കെ ന്യായീകരിക്കുന്നുണ്ടോ അവർക്ക് ഈ രക്തത്തിൽ പങ്കുണ്ട്. ബെസ്റ്റി എന്ന ഓമനപ്പേരിട്ട് കൊണ്ട് ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ബന്ധങ്ങളെ വെളുപ്പിക്കുന്നവരാരൊക്കെയുണ്ടോ അവർക്കിതിൽ പങ്കുണ്ട്. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ആൺ പെൺ ബന്ധങ്ങളെ ന്യായീകരിക്കുന്നവരാരുണ്ടോ അവർക്കിതിൽ ബന്ധമുണ്ട്. കൺസെൻ്റ് ഉണ്ടായാൽ മതി, പിന്നെ എന്തുമാകാം എന്ന് ന്യായീകരിക്കുന്നവർ ഇതിന് മറുപടി പറയൽ നിർബന്ധമാണ്. സീസൺഷിപ്പ് എന്ന് പേരിട്ടുകൊണ്ട് ആരൊക്കെ ഇതിനെ ന്യായീകരിക്കുന്നുണ്ടോ അവരും മറുപടി പറയേണ്ടതുണ്ട്. ജെൻഡർ ന്യൂട്രൽ സംസ്കാരത്തെ ഓൺ ചെയ്യുന്നവരും അത് ഫേസ്ബുക്കിൽ ന്യായീകരിക്കുന്നവരും അത് മന്ത്രിമാർ മുതൽ താഴെ തട്ടിലുള്ള ആരായിരുന്നാലും അതിന് നിയമം ഉണ്ടാക്കുന്നവരും അതനുസരിച്ചുകൊണ്ട് പാഠപുസ്തകം ക്രമീകരിക്കുന്നവരും ഇവർക്കൊക്കെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം. ഇപ്പം നാളെ ഒരു അധ്യാപകൻ പറഞ്ഞു, ഹൈസ്കൂളിലെ 2 കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും തോളിൽ പിടിച്ച് അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ ഹഗ് ചെയ്ത് കണ്ട് ഇങ്ങനെ പോവുകയാണ് അധ്യാപകൻ്റെ മുന്നിലൂടെ. അപ്പോൾ
അദ്ദേഹം പറഞ്ഞു എന്താ നിങ്ങൾ കാണിക്കണത്? അപ്പോൾ ഇവർ രണ്ടുപേരും തോളിൽ തന്നെ പിടിച്ചുകൊണ്ടിന് വരിക മാഷ മുന്നിക്ക്. എന്താ മാഷേ കുഴപ്പം? ഞങ്ങൾ ഫ്രണ്ട്സാണ്. നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം, നിങ്ങളുടെ നോട്ടത്തിനാണ് കുഴപ്പം. ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോഴും ആ തോളിന്ന് കൈ വിടാൻ എന്ത് ചെയ്യുന്നില്ല, ഈ കുട്ടിക്ക് തോന്നുന്നില്ല. അതിനുള്ളൊരു സാമൂഹ്യ പരിസരം ഇത്തരം പദാവലികളിലൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരാണും പെണ്ണും ഒന്ന് ഒന്നിച്ച് നടന്നാൽ എന്താ കുഴപ്പം? ആകാശം ഇടിഞ്ഞു വീഴൂ? ഈ ചോദ്യം ചോദിച്ചവരൊക്കെ ഇപ്പോൾ ഈ തൊടിയപ്പുലത്ത് നടന്ന ഈ കൊലപാതകത്തിൽ ആ കുട്ടിയെ ആ കൊലപാതകം ചെയ്ത പ്രശ്നത്തിന് ഉത്തരം പറയണമെന്ന് ഞാൻ പറഞ്ഞു. ചില ആൾക്കാർ പറയും നമ്മളിപ്പോൾ ഒരാണും പെണ്ണും ഒരുമിച്ചാൽ അവിടെ ലൈംഗികമായ ചേഷ്ടകൾ ഉണ്ടാകാം, അവർക്ക് രതിമൂർച്ചകൾ ഉണ്ടാവാം, അത് പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാ കാര്യവും ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ പറയുന്നവർക്ക് ഇതിൽ പങ്കുണ്ട്. അവരൊക്കെ ഇതിൻ്റെ ഉത്തരവാദികളാണ്. പിന്നെ ഇപ്പം കാമുകൻ കാമുകി എന്നുള്ള പ്രയോഗമല്ല, ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് അല്ലേ? അതായത് ആൺ സുഹൃത്തും പെൺ സുഹൃത്തുമാണ്. അങ്ങനെ വാർത്തകൾ തന്നെ, ആ വാർത്ത കൊടുക്കുന്നവർക്ക് ഇതിൽ പങ്കുണ്ട്. ആ പദാവലികൾ ഇതൊക്കെ എന്ത് ചെയ്യാണ്, നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ഈ കുട്ടികൾക്ക് ഇതെന്തോ ഒരു വളരെ മാന്യമായ വർക്കാണ്, പ്രവൃത്തിയാണ് എന്ന രൂപത്തിലേക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു ലിബറൽ വേൾഡ് ഓർഡർ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ച മീഡിയ പ്രവർത്തകർക്ക്, അതിനുവേണ്ടി അലമുറയിടുന്ന അന്തിച്ചർച്ചകൾക്ക്, അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക്, ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. അവരൊക്കെ ഒരു വീണ്ടും വിചാരത്തിന് എന്ത് ചെയ്യണം, തയ്യാറാകണം. കാരണം ഇത് ഈ കുട്ടികളെ ഈ രീതിയിൽ ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ന്യായീകരിപ്പിക്കുന്ന അത് ഒറ്റ കാര്യമുള്ളൂ, ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് വിവാഹത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഈ നിയമത്തേക്ക് വരികയല്ലാതെ വേറെ ഉള്ളതൊക്കെ എന്താണ്, പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, കുട്ടികൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് കൃത്യമായ സമയത്ത് വന്നില്ലെങ്കിൽ എവിടെ പോയി എന്നെന്ത് ചെയ്യണം, അന്വേഷിക്കണം, അതിന് വൈകരുത്. പിന്നെ രാത്രി അലയാൻ കുട്ടികളെ വല്ലാതെ വിടരുത്, ആണിനെയും വിടരുത് പെണ്ണിനെയും വിടരുത്. അത് എത്ര പുരോഗമനം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിയന്ത്രിക്കണം. ഇപ്പോൾ ഈ വിവാഹ പാർട്ടികൾ ഉണ്ടാകുമ്പോൾ 2, 3, 4 ഒരാഴ്ച ദിവസമൊക്കെ ആ വിവാഹം നടക്കുന്ന വീട്ടിൽ പോയിട്ട് ഒന്നായിട്ട് കൂടുകയാണ് കുട്ടികൾ. ആ വീട്ടുകാർക്ക് തന്നെ അതൊരു പ്രയാസമാണ്, പറയാനോട്ട് കഴിയില്ല. എന്നിട്ട് അവരുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് പറയും. ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ തെറ്റായ വഴിയിലേക്കും ചെയ്യുന്നത് കുട്ടികൾ പോകുന്നത്. അതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ DJ പാർട്ടികൾ, ഏറ്റവും ട്യൂഷൻ സെൻ്ററുകൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ട്യൂഷൻ സെൻ്റർ എല്ലാതും ഞാൻ പറയുന്നില്ല, വളരെ ക്വാളിറ്റേറ്റീവായിട്ട് പോകുന്നുണ്ട്. ചില ആളുകൾ എന്താ വെച്ചാൽ ട്യൂഷൻ സെൻ്ററിലേക്ക് കുട്ടികളെ കിട്ടാൻ വേണ്ടി എല്ലാ അഴിഞ്ഞാട്ടത്തിനും അവിടെ അവസരം ഒരുക്കി കൊടുക്കുകയും DJ പാർട്ടികൾ സംഘടിപ്പിക്കുകയും, അതിങ്ങനെ ആഴ്ചയിൽ സംഘടിപ്പിക്കണ ട്യൂഷൻ സെൻ്റർ ഏതാ വെച്ചാൽ അവിടേക്ക് കുട്ടികൾ കൂടുതൽ പോകുക, അല്ലാത്തൊരു ട്യൂഷൻ സെൻ്ററൊക്കെ അടച്ചു കൂട്ടേണ്ടി വരിക. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നാട്ടിലുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അധ്യാപകരെന്ന വേഷമിട്ട് ഈ കുട്ടികളെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കുരുതി കൊടുക്കുന്നതിൽ ഈ ആളുകൾക്ക്, ഈ ട്യൂഷൻ സെൻ്റർ അധ്യാപകർക്ക് അതിൽ പങ്കുണ്ട്. ഈ സമയത്ത് അത് പറഞ്ഞു പോകണമെന്ന് അതിൽ ഇതിനൊക്കെ വെളുപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാതെ. അത് സ്കൂളിൽ നടക്കൂല, വേറെ സ്ഥലത്ത് നടക്കൂല, അപ്പോൾ ഇവിടെ നടക്കും. അപ്പോൾ അവിടെ വന്നുകൊണ്ട് കുട്ടികളിരിക്കും. ഇതിന് വീട്ടിലെന്ത് പറയാം, ട്യൂഷൻ സെൻ്ററാണ്, അവിടുന്ന് ടൂർ പോവുകയാണെന്ന് പറയാം. അപ്പോൾ ഒന്നാൾ ആ കൊലപാതകം ഉണ്ടായല്ലോ, ആ DJ പാർട്ടി കൊലപാതകം താമരശ്ശേരിയിൽ, അതൊക്കെ ഒരു ട്യൂഷൻ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇതൊക്കെ ഇനിയും കേരളം കണ്ടിട്ടില്ലെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും ആവർത്തിക്കും. അതുപോലെ തന്നെ അധ്യാപകർ കുട്ടികളിൽ കാണുന്ന മാറ്റം രക്ഷിതാക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ ഈ കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ആൺകുട്ടികളും പെൺകുട്ടികളും ഈ കാര്യം ശ്രദ്ധിക്കണം. യാതൊരു തർക്കമല്ല, ഇതിൻ്റെ ദോഷം ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് തന്നെയാണ് വരിക. നിങ്ങളെ മാതാപിതാക്കൾക്കും അല്ല, നാട്ടുകാർക്കും അല്ല, രക്ഷിതാക്കൾക്കും അല്ല, ആർക്കും അല്ല. ഇതുകൊണ്ടുണ്ടാകുന്ന തിക്തഫലം, ഈ കുട്ടി കണ്ടില്ല മരണപ്പെട്ട അവസ്ഥ, ഒന്ന് സാഹചര്യം നോക്കി നിങ്ങൾ. അപ്പോൾ അത് അവസാനം എന്താ സംഭവിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവർക്കാണ് ഇതിൻ്റെ പരിക്ക് കൂടുക, ആൺകുട്ടികൾക്ക് അതിൻ്റെ പരിക്ക് വേറെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 2 കൂട്ടരും ആ കാര്യം ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സംഭവം നമ്മുടെ പുതിയ തലമുറക്കൊരു പാഠമാകട്ടെ. ഈ റീൽസിൽ കാണുന്നതല്ല ജീവിതം എന്നവിടെ മനസ്സിലാക്കട്ടെ. പ്രദർശന പരതയ്ക്ക് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ആരാണോ അത് നല്ലോണം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. പെൺകുട്ടികളും ആൺകുട്ടികളും കണ്ണാടിയുടെ മുമ്പിലും അതുപോലെ റീൽസിൻ്റെ മുമ്പിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വഴി തെറ്റിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. അതിക്രൂരതയാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ്, എന്താണ് നമുക്ക് പറയാനുള്ളത്? അല്ല, നല്ലതു മാത്രം കുട്ടികൾക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്നുവെച്ചാൽ അവർ നാളത്തെ പൗരന്മാരാണ്, രാഷ്ട്ര നിർമ്മാതാക്കളാണ് എന്നൊക്കെ രീതിയിൽ. പക്ഷേ ഇന്ന് ഈ കുട്ടികൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ വോട്ടർമാരായിട്ടാണ് കാണുന്നത്, വേറൊരു സെക്ടറിലുള്ള കൺസ്യൂമേഴ്സായിട്ടാണ്, വേറെ പ്രാപ്പിടിയന്മാരെ സംബന്ധിച്ചോളം ഓരോ നാളത്തെ ഇരകളാകേണ്ട ആളുകളാണ്, കമ്മോഡിറ്റികളാണ്.
അൽഗോരിതത്തിലെ ചില നമ്പറുകൾ മാത്രമായിട്ട് അവർ ചുരുങ്ങുകയാണ്. ആ ഒരു തരത്തിലുള്ള വളരെ ഡീമോറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കോടെയാണ് ഈ യങ്സ്റ്റേഴ്സിനെ ലോകത്തിൽ പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇല്ലാത്ത അവകാശങ്ങളെക്കുറിച്ച് അവർ പറയുകയും അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് അവർക്ക് പ്രണയിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് ലൈംഗികമായ കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ വരികയാണ്. ഒന്നെന്താ വെച്ചാൽ പുതിയ കാലഘട്ടം വന്നപ്പോൾ നേരത്തെ ഇപ്പോൾ അഷ്റഫൊക്കെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പുകളാണ് ഒരേ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാൾക്കിപ്പോൾ ഒരാളെ കാമുകനും ഒരാളെ ബെസ്റ്റിയും ഒരാളെ ഈസ്റ്റും ഒക്കെ ആക്കിയിട്ട് ഈസ്റ്റും ഒക്കെ ആയിട്ട് വേണേൽ വെക്കാം. ഇത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നതാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു വ്യക്തിത്വമുണ്ട്, ഒരു മനസ്സുണ്ട്. ഈ സാധനമൊന്നും മാറില്ല. അപ്പോൾ ഇവിടെ ഞാൻ കേട്ടത് എന്താ വെച്ചാൽ ഈ പെൺകുട്ടിക്ക് മറ്റ് ആരോടോ ബന്ധമുണ്ട് എന്നുള്ള സംശയത്തിൽ നിന്നാണ് ഈ മറ്റ് കൊലപാതകത്തിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എവിടെയാണ് എൻ്റെ ഇത്? ഈ പറയുന്ന മൾട്ടിപ്പിൾ റിലേഷൻസൊക്കെ അംഗീകരിക്കണം, അതാണ് ന്യൂ നോർമൽ എന്ന് ഇവിടെ മീഡിയയോ അല്ലെങ്കിൽ കുറേ ആളുകളോ വാദിക്കുന്നു. പക്ഷേ ഓക്കെ, അത് ആരും അംഗീകരിക്കും, ഈ പറയണോ ആ സമയത്ത് അംഗീകരിക്കും. പക്ഷെ തൻ്റെ ജീവിതത്തിലേക്ക് അത് വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അവൻ്റെ മനസ്സ് തയ്യാറാവില്ല. കാരണം മനുഷ്യൻ്റെ മനസ്സ് 14-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും ഒക്കെ എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അത് മാറാത്തിടത്തോളം ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഒതല്ലോ സിൻഡ്രോം എന്ന് പറയുന്നൊന്നുണ്ട്. ഷേക്സ്പിയറുടെ പ്രസിദ്ധമായിട്ടുള്ള നാടകമാണ് ഒതല്ലോ. അതിനകത്ത് തൻ്റെ ഭാര്യയെ അദ്ദേഹം സംശയിക്കുന്നു, അതെവിടേക്ക് എത്തുന്നു? വയലൻസിലേക്ക്, കൊലപാതകത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അന്ന് ഈ 400 വർഷം 500 വർഷങ്ങൾക്ക് മുൻപ് ഷേക്സ്പിയർ എഴുതിയ അതേ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ അതേ സിൻഡ്രം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 500 കൊല്ലം കൊണ്ട് മനുഷ്യൻ ഈ പറയുന്ന ജെൻ സെഡോ സിയോ ബിയോ ഡിയോ ഒന്നും ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭാര്യമാരാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ഇതുണ്ടാവും. പക്ഷെ അവിടെ നിയമപരമായിട്ടുള്ള ഒരു ചില എക്സിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിലുള്ള കൊലപാതകത്തിലേക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ല, ഒഴിവാക്കിയാൽ മതി അല്ലേ. ഇവിടെ അത് കഴിയില്ല, അതൊരു പ്രശ്നമാണ്. രണ്ടെന്താ വെച്ചാൽ ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു കള്ളന് വരരുത് എന്ത് ചെയ്യണം, വാതിൽ അടച്ചുവിടണം. വായിലൊക്കെ തുറന്നിട്ട് കള്ളൻ വരരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ്. എന്താണ് കുട്ടികൾക്ക് നൽകേണ്ടത്, എന്തൊരാവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകേണ്ടത്? ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും, കഞ്ചാവ് ഉപയോഗിക്കാൻ പാടില്ല, സിഗരറ്റ് ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അത് അവരെ ശാരീരികമായും മാനസികമായും ബാധിക്കും, അവരുടെ ഭാവിക്ക് ഗുണകരമല്ല എന്നാണ്. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു കുട്ടി പ്രണയത്തിലേർപ്പെട്ടാൽ അത് ഒരു കാര്യം ചെയ്യുമ്പോൾ കൂടുതൽ തീവ്രമാണല്ലോ, പഠിക്കാറുമ്പോൾ നല്ല പഠിക്കാൻ വേണ്ട. അപ്പോൾ തീവ്രമായൊരു പ്രണയത്തിൽ ഒരു കുട്ടി ഏർപ്പെടുന്നത് അവൻ്റെ വ്യക്തിത്വ വികാസത്തിന്, അവൻ്റെ പഠനത്തിന്, അവൻ്റെ ജീവിതത്തിൽ ബാക്കി ഒരു സക്സസ്സിന് കാരണമാവുന്നവരുണ്ട്. നമ്മൾ തിരിച്ചല്ലേ കാണാറുള്ളത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാം ഡിസോർഡർ ആവുകയും ചെയ്യുന്നത്. മാത്രമല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ചാൽ മിക്കവാറും ആ പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കില്ല. ഈ ഭഗ്നപ്രണയത്തിൻ്റെ ഓർമ്മകൾ തികട്ടിക്കൊണ്ടേയിരിക്കും ഒരാൾക്ക്. എന്നിട്ടോ 10-40 വർഷം കഴിഞ്ഞ് കണ്ടുമുട്ടിയിട്ട് ഇവർ ഒളിച്ചോടി പോവുക, രണ്ടാമത് കണക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവുന്നു, രണ്ടാളെയും കുടുംബവും കുട്ടികളെ വഴി. മാത്രമല്ല ഇപ്പം നമ്മൾ കോഴിക്കോട് തന്നെ കണ്ടാണ് കൊട്ടേഷൻ കൊടുത്തു എന്തിന്, ഭർത്താവിനെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് വന്നപ്പോൾ. അതെ, അപ്പോൾ ഈ പ്രണയത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ അന്ന് അവസാനിക്കുന്നില്ല, അത് പിൽക്കാലത്തും വളരെ നെഗറ്റീവായ പലപ്പോഴും ഇത്തരത്തിലുള്ള ഹിംസാത്മകമായ ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ളൊരു സത്യമുണ്ട്. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്കറിയാം സോഷ്യൽ മീഡിയ ബാൻ വന്നു ഓസ്ട്രേലിയയിൽ. അതിൻ്റെ കാരണം എന്താണ്? ഒരു തിരിച്ചറിവാണ്. നേരത്തെ കുട്ടികൾക്ക് വെസ്റ്റിലൊക്കെ ഇത് അത്രയും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ അതിന് അകത്ത് പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ തിരിച്ച് ചിന്തിക്കാൻ റെഡിയായി. ഇപ്പോൾ ഡിജിറ്റൽ എക്സ്പോഷർ ഫിൻലാൻഡ്, നോർവേ പോലുള്ള കൺട്രികളിൽ നിന്നും കുട്ടികൾക്ക് ഒരു പ്രത്യേക വയസ്സ് വരെ നമ്മുടെ ഇവിടുത്തെ പോലെ ഇപ്പോൾ ഡിജിറ്റൽ ക്ലാസ് റൂം ഇല്ല. ഇതെന്തുകൊണ്ടാണ്? ഒരു തിരിച്ചറിവാണ്. അപ്പോൾ ഇവിടെ ന്യൂറോ സയൻസിൻ്റെയും അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൻ്റെയും ഒക്കെ രംഗത്തുണ്ടാകുന്ന നൂതനമായിട്ടുള്ള പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ തെളിയിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്.
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിയന്ത്രണ വിധേയമാകേണ്ട കാര്യങ്ങൾ എന്തോ അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ചെറിയ മഹാന്മാരെന്താണ്, കഞ്ചാവ് നോർമലൈസ് ചെയ്യണം, ഫോണ് നോർമലൈസ് ചെയ്യണം, അതൊക്കെ കൊടുത്തിട്ട് പണ്ട് കാലത്തൊരു തിയറി ഉണ്ടെന്ന് വെച്ചാൽ ഈ വിരേചന സിദ്ധാന്തം എന്ന് പറയും. വിരേചനം എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ മാക്സിമൈസ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും, അതന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അഡിക്റ്റീവായിട്ടുള്ള ഒന്നിനും ഇതല്ല സംഭവിക്കുന്നത്, മറിച്ച് അതിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ വേർഷനിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഉദാരത എന്ന ഒരാശയത്തെ, പ്രത്യേകിച്ചും ലൈംഗിക ഉദാരത എന്നൊരാശയത്തെ ഇവിടെ എത്രമാത്രം ഈ രീതിയിൽ സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. ഒപ്പൊരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ, ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അയാളുടെ ഈ പ്രിഫോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത്, അതായത് ഈ ഏതാണ്ട് മുൻഭാഗത്ത് വരുന്ന ഭാഗം, ഇതാണ് ഏറ്റവും അവസാനമായിട്ട് തലച്ചോറിൽ രൂപപ്പെടുന്നത്. ഇത് മറ്റേ ശാസ്ത്രമായിട്ട് അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഭാഗത്താണ് നമ്മൾ ശരിക്കും നമ്മുടെ ചിന്ത, ഡിസിഷൻ മേക്കിങ്, ഇമോഷണൽ കൺട്രോള്, ഈ കാര്യങ്ങളൊക്കെ ഇന്ന്. അപ്പോൾ ഒരു കുട്ടി, ഒരാൾ 18 വയസ്സ് വരെ മെച്യൂർഡ് അല്ല എന്ന് പറയാനുള്ള കാരണം ഈ ഭാഗമാണ് ഏറ്റവും അവസാനം രൂപപ്പെടുക. അത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ മെച്യൂരിറ്റിയും ഇമോഷണൽ കൺട്രോളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇമോഷണൽ കൺട്രോളിനെ തകർക്കുന്ന അല്ലെങ്കിൽ അതിവൈകാരികതയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളിലേക്ക് കുട്ടികളെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ക്രിമിനാലിറ്റിയാണ്. അത് ചെയ്യുന്നവരെ ശരിക്കും ശിക്ഷിക്കണം. കേവലം ഒരു മറ്റേ ഉദാരതയുടെ മാത്രം പ്രശ്നമല്ലത്, മറിച്ച് അത്തരത്തിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, ഇമ്മച്യൂറായ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് കൊടുക്കുന്ന, പ്രേരിപ്പിക്കാൻ പാടില്ലാത്തതിൽ പ്രേരിപ്പിക്കുന്ന ആരാണോ. ഇന്നിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ പ്രശ്നം വന്ന അവരെന്തേക്കണം, അതങ്ങനെയല്ല, പക്ഷെ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നാളെ വെസ്റ്റ് ഇതിൽ ഉടന്തിരിഞ്ഞാലോ ചിലപ്പോൾ മെല്ലെ നമ്മൾ എന്ത് ചെയ്യും, ഉടം തിരിയും. അപ്പോൾ അതല്ല നമുക്ക് ആവശ്യം. അതെ, പക്ഷെ നമ്മളുടെ ആവശ്യം എന്താണ്, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ, നമ്മൾ പഠിച്ച മനസ്സിലാക്കിയൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അക്കൗണ്ടബിലിറ്റി, ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടി വണ്ടി ഓടിച്ചാൽ കേസ് ആർക്കെതിരുണ്ട് അല്ലേ? അത് എന്തുകൊണ്ടാണ്? അയാൾക്ക് കയ്യിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ്. ഈ സമാനമായ ഉത്തരവാദിത്വം സമൂഹത്തിലുള്ള, സോഷ്യൽ മീഡിയയിലുള്ള ആക്ടിവിസ്റ്റുകളായി ജീവിക്കുന്ന എല്ലാവരുടെ മുകളിലും ഉണ്ടാകണം. ആരെങ്കിലും അത്തരത്തിൽ പ്രേരണയായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, ശിക്ഷ വിധിക്കാനുള്ള നിയമം വരണമെന്നാണ് പറയുന്നത്.